സ്ത്രീ പുരുഷ സങ്കലന രീതിയിലുള്ള വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നത് അനിസ്ലാമികമാണ്. അത് ഒളിച്ചു വെച്ച് നടക്കുന്നതാണോ? ഒരു മുറിക്കുള്ളിൽ നടക്കുന്നതാണോ? വേറെന്തെങ്കിലും ബന്ധം ഉണ്ടാവുമെന്നാണോ? എന്താ വിനു വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടോണ്ട. അണിറോസ് ഡ്രസ്സ് ധരിച്ചവരാൻ അണിറോസിന്റെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത്തരം ആഭാസപരമായ ഡ്രസ്സാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കെതിരെ കേസുണ്ടാവും. അതറിയാനുള്ള നിയമബോധം പോലും ശ്രീ നാസർ ഫൈസി കൂടത്തയക്കില്ലേ? വ്യായാമ പ്രക്രിയയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ടീഷർട്ട് ആയാലും ജീൻസ് ആയാലും ടൈറ്റ് ഡ്രസ്സുകൾ ധരിക്കണം. എനിക്ക് കേൾക്കണ്ട, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. അവർക്ക് കംഫർട്ട് ആയിട്ടുള്ളത് അതവർ ധരിക്കട്ടെ, അതവർ അഭ്യാസ മുറകൾ ഏർപ്പെടട്ടെ. പക്ഷേ സ്ത്രീ പുരുഷൻ കൂടി കലർന്നുകൊണ്ട് നടത്തുക അത് മതവിരുദ്ധമാണെന്ന് പറയും. ഒരു സ്ഥലത്ത് സ്ത്രീയെ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ അത് സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷന്റെ പ്രശ്നമാണോ? സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് ജീവിക്കുന്ന, ഇടകലർന്നുകൊണ്ട് അഭ്യാസമുറകൾ നടത്തുമ്പോൾ മാത്രമേ സ്ത്രീക്ക് കായിക പരിശീലനം ലഭിക്കൂ, അവർക്ക് ആരോഗ്യവർദ്ധന ഉണ്ടാവും എന്ന് പറയുന്നത് ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവനെ നന്നാക്കാൻ SP അല്ല ദൈവം വിചാരിച്ചാലും പറ്റില്ല. ഇവിടെ CPM പഴയ കാലഘട്ടങ്ങളിൽ യന്ത്രവൽക്കരണത്തിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും പറഞ്ഞിട്ടുള്ളവരാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ നിലപാട് തൊഴിൽ തിന്നുന്ന ബഗൻ എന്നൊരു ഹെഡിങ്ങിൽ മുമ്പ് CPM ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അതൊക്കെ മണ്ടത്തരമല്ലേ? ആ മണ്ടത്തരം ഇപ്പോഴും പേറി നടക്കുന്ന മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും വേദവാക്യം പോലെ സ്വീകരിക്കുന്ന CPM ആണ് മതവിധികൾ പറയുന്ന പണ്ഡിതന്മാർ പിന്തിരിപ്പന്മാരാണെന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഒരു മണ്ടൻ മറ്റൊരു മണ്ടനെ വിളിക്കരുതെന്ന ന്യായമാണോ? എനിക്ക് മനസ്സിലായില്ല, ഉദാഹരണം മനസ്സിലായില്ല. ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഗോവിന്ദ മാഷിക്ക് അത് പറയാനുള്ള അർഹതയില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് ഗോവിന്ദനെ വിടുക. അദ്ദേഹം പറഞ്ഞ കാര്യം മറ്റൊരാൾ പറഞ്ഞാലോ? ഗോവിന്ദ മാഷോട് എനിക്ക് മറുപടി പറയാനുള്ളത്, അതിന് മറ്റൊരാളെ വീണ് പ്രതിഷ്ഠിച്ചു വെച്ചാൽ അയാളുടെ നിലപാടിനെ ഞാൻ വിമർശിക്കും. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ആളെ കൊണ്ടുപോവാ, അപ്പം മറുപടി കേൾക്കാം. നിലപാടാണോ പ്രശ്നം? അയാൾ അഡ്രസ് ചെയ്യുന്ന വിഷയമാണോ പ്രശ്നം? വീണു എന്നോട് പറയണ്ട. സ്ത്രീ പുരുഷ സങ്കലന രീതിയിലുള്ള വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നത് അനിസ്ലാമികമാണ്. സമൂഹത്തിന്റെ ഓരോ പോക്കെ അതിനപ്പുറത്തതിന് എഴുതാപ്പുറം പൊതു ഇടത്ത് നടക്കുന്ന കാര്യമല്ലേ? അത് ഒളിച്ചു വെച്ച് നടക്കുന്നതാണോ? ഒരു മുറിക്കുള്ളിൽ നടക്കുന്നതാണോ? ഒരു പൊതുസ്ഥലത്ത് നടക്കുന്ന വ്യായാമമല്ലേ? നിങ്ങൾക്കത് തെറ്റിദ്ധാരണയുണ്ടായി. നമ്മുടെ സമുദായത്തിന്റെ ആചാരങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. ഒരു പൊതുയോഗങ്ങളിലും പൊതുസഭകളിലുമാണ് നടക്കുന്ന സ്ഥലം എന്താണ് ഈ പൊതു ഇടത്തിന്റെ നിർവചനത്തിൽ വരാത്തത്? വ്യായാമത്തിന് വരുന്ന സ്ത്രീകൾ ടൈറ്റ് ഷർട്ടും ടൈറ്റ് പാന്റും ധരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അവറ്റകളോട് മാറിപ്പോ പെണ്ണുങ്ങളെ തമ്പുരാൻ നിൽക്കുന്നത് കണ്ടില്ലേ? ബ്രഹ്മചര്യത്തിന്റെ പാരമ്യം കാണണമെന്ന് ആ തമ്പുരാന്റെ തീരുമാനം. പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. അവർക്ക് സ്വതന്ത്രമായി അവരുടെ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്ന സമയത്ത് ശാരീരികപരമായിരിക്കുന്ന അവരുടെ സുരക്ഷിതത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകൾക്ക് ചില മേഖലകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. അല്ലാതെ ആരുടെ പ്രശ്നമാണ്? അത് അവിടുത്തെ പുരുഷന്മാരുടെ പ്രശ്നമാണോ? ഇവർ ഈ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോ വേറെന്തെങ്കിലും ബന്ധം ഉണ്ടാവുമെന്നാണോ? ബാക്കിയുള്ള പുരുഷന്മാരൊക്കെ ഇവരെ ഉപദ്രവിക്കുമെന്നാണോ? സമൂഹത്തിന്റെ പ്രശ്നമാണ്. അടിപൊളി. എന്താണ് ഇത്? സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അതോ പുരുഷന്മാരെ ആക്ഷേപിക്കുകയാണോ? എന്താ വിനു വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടോണ്ട. ഇനി അടവൊന്നു മാറ്റിയാലേ രക്ഷയുള്ളൂ. അണിറോസ് ഡ്രസ്സ് ധരിച്ചവരാൻ അണിറോസിന്റെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത്തരം ആഭാസപരമായ ഡ്രസ്സാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വറിനുണ്ട്. ഇവിടെ ഈ പ്രക്രിയ അതുപോലെ കണ്ടെച്ചാൽ മതി. നിങ്ങളോടും പോത്തിനോടും വേറെ ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സ്ത്രീ ഒരു ഡ്രസ്സ് ധരിച്ചു വരുമ്പോൾ അത് ആഭാസകരമാണെന്ന് ഒരു പുരുഷൻ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കാണ് പ്രശ്നം. രാഹുൽ ഈശ്വറിന്റെ നിലവാരത്തിലേക്ക് എത്തി നാസർ ഫൈസി കൂടത്തായി. നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നോളാം, കൂട്ടത്തെ എനിക്കിട്ട് താങ്ങരുത്. വിനുവിന്റെ പ്രശ്നം വേറെ പ്രശ്നമാണ്. ഞാൻ അതിന് ഇരയായി ഞാൻ നിന്ന് തരുന്നില്ല. ഞാൻ വളരെ കൃത്യതയോടെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ആ രീതിയിൽ ആഭാസ ഡ്രസ്സ് ധരിച്ചു വരാൻ
അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന അണിറോസ് പറയുമ്പോഴും ആ ഡ്രസ്സ് ആഭാസമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വളരെ വ്യക്തമായി കൊടുത്തിട്ട് രാഹുൽ ഈശ്വറിനുണ്ട്. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അത് ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ്. എന്താണ് ശ്രീ നാസർ ഫൈസി കൂടത്തായി പറയുന്നത്? ആഭാസ ഡ്രസ്സാണ് എന്ന് ഒരു സ്ത്രീയെ നോക്കി പറഞ്ഞാൽ അയാള് ഒരു കുറ്റം ചെയ്യുകയാണ്. അതറിയാനുള്ള നിയമബോധം പോലും ശ്രീ നാസർ ഫൈസി കൂടത്തായിക്കില്ലേ? വിനു, സ്ത്രീകൾ ധരിച്ചു വരുന്ന എല്ലാ ഡ്രസ്സിനെയും ന്യായീകരിക്കാൻ വിനു മുന്നോട്ട് വരണ്ട. മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല. സ്ത്രീ ഒരു ഡ്രസ് നിങ്ങൾക്കെതിരെ കേസുണ്ടാവും. അത് ആ സ്ത്രീ അപമാനിക്കലാണ്. ആ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളും. എന്റെ കേസ് നടത്താൻ പറയുന്നത് എന്റെ തൊലിക്കെട്ടി വിനു പരിശോധിക്കണ്ട. അത് നിങ്ങൾ പരിശോധിക്കാൻ പറ്റുമെന്ന് Mamzi mam bing bing boo, tum tum sastene se, taar chimde chhati se. Mamzi mam bing bing boo.